ഭഗവതി, ഒരു പ്രയാസവും കൂടാതെ കണ്ണേട്ടന് മല ചവിട്ടാൻ കഴിയണേ. നല്ല ദർശനവും കിട്ടണേ. ഇപ്പൊ കാലിന് ചെറിയ മുടന്തുണ്ടെന്ന് അറിയാലോ. തിരിച്ചു വരുമ്പോ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടണേ. വീട്ടിലാള് മലക്ക് പോകുന്നല്ലേ? അതെ, ഒന്ന് പ്രാർത്ഥിക്കണേ തിരുമേനി. പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. മോളുടെ അമ്മ ഇവിടെ വന്ന് കരഞ്ഞു പറയുന്നുണ്ട് മരുമോന് വേണ്ടി. ചികിത്സക്ക് ബലമൊന്നും കിട്ടിയില്ലല്ലേ? തിരുമേനിയോട് കള്ളം പറയേണ്ടി വരുന്നതില് ക്ഷമിക്കണേ എന്റെ ഭഗവതി. വേണ്ട, അതേപ്പറ്റി പറയുമ്പോഴും ഓർക്കുമ്പോഴും ഒക്കെ വേദന കാണുമെന്നറിയാം. എല്ലാം ശരിയാവും. കാലിന് വയ്യാത്തവര് നടന്നു മലകയറിയ ചരിത്രമുണ്ട്. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ തിരുമേനി. ഇവിടെ വന്ന് മോളുടെയും മോളുടെ ഭർത്താവിന്റെയും നാശത്തിനായി ചിലര് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. മോളുടെ അനിയത്തിയും മുത്തശ്ശിയൊക്കെ. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ദൈവം ഒരു കുഞ്ഞിനെ ആ കൊച്ചിന് കൊടുത്തോ? അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ അച്ഛനും മുത്തശ്ശിയും കൂടെ അതിനെ ഇങ്ങനെയാക്കി മാറ്റിയതാ. അവൾക്ക് ഇനി അമ്മയാവാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ തിരുമേനി. ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുന്നവർക്ക് വേണ്ടി നല്ലതൊന്നും പറയാൻ നാവ് പൊന്തില്ല. മോൾക്കും മോളുടെ ഭർത്താവിനും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതാണ് ദൈവങ്ങൾക്കും സന്തോഷം. മോൾക്ക് നല്ലതേ വരൂ. ശരിയെന്നാ. ഭഗവതി, ഞാൻ കാണുന്നെന്ന് കരുതിയത് അമ്മേ, അപ്പൊ തന്നെ മുന്നിൽ വന്നല്ലോ. സന്തോഷത്തിനിടയിലും വലിയ പ്രയാസത്തിലാണല്ലോ. അത് പിന്നെ ഇന്ന് കണ്ണേട്ട മലയ്ക്ക് പോവാ. അറിയാം മോളെ. മല കയറിയിട്ട് ആ മോൻ വരുമ്പോ പിന്നെ അധികം താമസമില്ല ഞാൻ പറഞ്ഞത് നടക്കാൻ. കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അമ്മേ, കണ്ണേട്ടനിപ്പോ നടന്നു തുടങ്ങി. പക്ഷെ ചെറിയൊരു മുടന്തുണ്ട്. മല കയറിയിട്ട് വരുമ്പോ അത് മാറുമായിരിക്കോ? എന്താ അമ്മേ? ഇത്തവണ മല കയറാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. മോനൊരു 4-5 ദിവസം കൂടി മോശം സമയ. ഇനിയിപ്പൊ അയ്യപ്പസ്വാമിയെ കാണാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പോയിട്ട് വരട്ടെ. പക്ഷെ വിഘ്നങ്ങൾ ഒരുപാടുണ്ട്. അല്ല, വിഘ്നങ്ങളെന്ന് പറഞ്ഞ? അതൊക്കെ പറഞ്ഞ് ഞാൻ എന്തിനാ മോളെ ഭയപ്പെടുത്തുന്നേ? പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞത് മോൾ എന്നും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ 1 മടങ്ങ് കൂടുതൽ ഇത്തവണ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാ. അത് പ്രാർത്ഥിക്കുമല്ലോ അമ്മേ. ഇത് ആ മോന്റെ കയ്യിൽ കൊടുക്കണം. എന്നിട്ട് ഈ വെള്ളി രൂപ മണിമണ്ഡപത്തിലിടാൻ പറയണം. ശരി അമ്മ. അമ്മ പ്രാർത്ഥിക്കില്ലേ എന്റെ കണ്ണേട്ടന് വേണ്ടി? അതെന്ത് പറച്ചില്ല മോളെ. അമ്മ മോളുടെ കണ്ണേട്ടനും മോൾക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാ. പിന്നെ കണ്ണന് അകമ്പടി ഉണ്ടല്ലോ അല്ലേ? അകമ്പടിയോ? അല്ല, കണ്ണമ്മ പോകുമ്പോ അകമ്പടിക്കാരില്ലേന്നാ ചോദിച്ചത്. ഉണ്ടമ്മേ, കൂടെ 3 പേര് പോകുന്നുണ്ട്. ആ, അത് വേണം. അയ്യപ്പൻ പുലിപ്പാൽ തേടി കാട്ടിലേക്ക് പോയ ശേഷം മടങ്ങി വരുമ്പോ നല്ല പുലിക്കുട്ടികൾ കൂടെ വന്നു. അതുപോലുള്ള പുലിക്കുട്ടികൾ കൂടെ വേണം.
അത്രയ്ക്ക് ശത്രുക്കളുണ്ട് ഇപ്പോഴും കണ്ണമ്മോനും മോൾക്കും ഒക്കെ.